ഹലോ, ഗുഡ് ഈവനിങ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന് പറയാൻ തുടങ്ങിയായിരുന്നു. കാരണം അങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിലെ മിക്ക ഇടങ്ങളിലെയും അവസ്ഥ. എപ്പോൾ കറണ്ട് വരും, എപ്പോൾ കറണ്ട് പോകും, ഒരു പിടിയുമില്ല. എത്ര നാൾ ഇങ്ങനെ ജനം സഹിക്കും എന്നതാണ് ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കറണ്ട് വരാൻ അല്പം താമസിച്ചു എന്നാണ് ഞാൻ ആദ്യം ഭയന്നത്. കേരളത്തിൽ മിക്കവാറും എല്ലാ ഇടങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ കറണ്ട് വന്നു. പക്ഷേ കറണ്ട് വരാത്തിടങ്ങൾ ഇപ്പോഴുമുണ്ട്. ചിലയിടങ്ങളിൽ കുറച്ച് കഴിഞ്ഞ് കറണ്ട് വരും. ഒരു നിശ്ചയവുമില്ല ഒന്നിനും എന്നതാണ് അവസ്ഥ. കുറച്ച് ദിവസമായി ഈ പണി തുടങ്ങിയിട്ട്. പലയിടത്തും ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനൽ മത്സരത്തിനിടെ കറണ്ട് പോകുന്നു. ചിലയിടത്ത് പൊറോട്ടയ്ക്ക് ബീഫ് ഒഴിക്കുന്നതിനിടെ കറണ്ട് പോകുന്നു. ചിലയിടങ്ങളിൽ കുഞ്ഞിനെ ഉറക്കാൻ ഫാനിടുമ്പോൾ കറണ്ട് പോകുന്നു. അങ്ങനെ പല ആളുകൾക്കും പലതരത്തിലാണ് ബുദ്ധിമുട്ടുകൾ. ഫുട്ബോൾ ആരാധകർക്കും ഷോക്കായി മാറിയതാണ്. പ്രതിഷേധം KCB ഓഫീസിലേക്ക് വരെ നീണ്ടു. മാനം നോക്കി മഴ കാത്തു നിൽക്കുന്ന KCBയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ 4-5 തവണ വരെ കറണ്ട് പോകുന്നത് ഇത്തിരി കടന്ന കൈയാണെന്ന് പറയാതെ വയ്യ. ജനം സോഷ്യൽ മീഡിയയിൽ ട്രോൾ രൂപത്തിലും സങ്കടഹർജിയായും എല്ലാം ഗതികേട് പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സർക്കാരിനോട് ഒന്നേ പറയാനുള്ളൂ. ഇല്ലിനോ വന്നു, അത് നിങ്ങളുടെ കുറ്റമല്ല. പക്ഷേ കറണ്ട് എപ്പോൾ പോകുന്നു എന്ന് പറയാതിരിക്കുന്നത് നിങ്ങളുടെ കുറ്റമാണ്. ചുരുങ്ങിയത് എപ്പോൾ നമ്മൾ ഇരുണ്ട കാലത്താകും എന്നതെങ്കിലും നിങ്ങളൊന്ന് പറയണം. എപ്പോൾ നമ്മൾ ഇരുട്ടിലാകും എന്നുള്ളതെങ്കിലും നിങ്ങളൊന്ന് സൂചിപ്പിക്കണം. ട്രോളുകൾ പലരും വരുന്നു. പെരുമഴയായി കണ്ടു തുടങ്ങാം. பவர் கட்டு அடிக்கடி இப்ப எல்லாம் பவர் கட் ஆகிக்கிட்டே இருக்குது. 8 வருஷத்துல இந்த மாதிரி ஒரு பவர் கட்டு நான் பார்த்ததே கிடையாது. இந்த மாதிரி கை குழந்தை வச்சிருக்கவங்க எல்லாம் என்ன பண்ணுவோம்? நாங்க நைட்டு 11 மணி ஆனாலும் பவர் கட் ஆகுது, 12 மணிக்கு பவர் கட் ஆகுது, காலையில ஒரு 10 தடவையாவது பவர் கட் ஆகுது. ഈ പഠിച്ചില്ല രചന നിർത്തിയോ? ചതീത് മുഖ്യമന്ത്രിയോട് എന്താ പറയുന്നല്ലേ? പുതിയ ഫാൻ മേടിച്ചു. ഫാൻ ഉപയോഗിക്കുന്നത് രാത്രി കറണ്ട് ഓഫ് ചെയ്യണം.